വരും, ആളുകൾ മത്സരിക്കും, ചിലർ ജയിക്കും, ചിലർ പരാജയപ്പെടും. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ നേതാക്കളോ അതിന്റെ കീഴ്ഘടകങ്ങളോ ആ വിഷയത്തിൽ കൈകടത്താറില്ല. തെരഞ്ഞെടുപ്പ് അതിന്റെ വഴിക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രവർത്തനങ്ങളിൽ ആളുകൾ വ്യാപൃതരായി അവർ താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. ഈ വർഷം ആദ്യമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നയപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. ആ നയപ്രഖ്യാപന സമ്മേളനം നടത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെയും കൊണ്ടുവന്ന് വേദിയിലിരുത്തിയില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇക്കവലം അത്രയും ഇല്ലാത്ത വിധം മുസ്ലിം സമൂഹത്തിന്റെ അവകാശത്തെ ധ്വംസിച്ച ഒരു ഭരണകൂടത്തിനെതിരെ അവകാശ ധ്വംസനത്തിന്റെ വേദന സമൂഹത്തോട് പങ്കുവച്ചു. അത് ഇലക്ഷൻ ട്രെൻഡാക്കി മാറ്റിയില്ല, മറിച്ച് സമൂഹത്തിൽ ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനമായി സമത്വം നിലകൊള്ളുന്നത് മതവിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടിയാണ്. മദ്രസകൾക്ക് സമയം ലഭ്യമാകാത്ത വിധം സ്കൂളുകളുടെ സമയം പുനഃക്രമീകരിക്കാനുള്ള വാശി പിടിച്ച തീരുമാനം, അതുപോലെ തന്നെ മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാനുള്ള തീരുമാനം, അപ്രകാരം തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്താനുള്ള തീരുമാനം, ആ തീരുമാനങ്ങൾക്കെതിരെ അതിശക്തമായി കേരളത്തിലെ ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു നയം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിരുന്നു. ആ നയം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രകടിപ്പിച്ചപ്പോൾ പോലും നിങ്ങൾ നോക്കൂ, അതൊരു ഇലക്ഷൻ ഇഷ്യൂ ആക്കാതെ, സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാതെ, രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിക്കാതെ സ്വതന്ത്രമായി സമത്വയുടെ ആലിമ്യങ്ങൾ വേദിയിൽ അണിനിരന്നുകൊണ്ട് മനോഹരമായി നിർവഹിച്ചു. അതിലപ്പുറം ഒന്നും സമത്വം ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഇവർ ചെയ്തതോ, ഈ വിഭാഗം ആളുകളോട് നമുക്കുള്ള വിദ്വേഷം, ഇവർ ചെയ്ത ഏറ്റവും വലിയ അപകടം, പൊന്നാനി നിർത്തിയ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരസ്യമായി ഒരു പ്രകടിപ്പിച്ച അഭിപ്രായം അത് കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി എന്നാണ്. ഞാൻ അന്ധമായി ആരോപിക്കുന്നതല്ല, അതിന്റെ വളരെ വ്യക്തമായ തെളിവരുടെ പത്രത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് മാത്രമേ നമുക്ക് അഭിപ്രായമുള്ളൂ. അത്തരമൊരു സമീപനം അവർ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലല്ലോ. അവർ പരസ്യമായി നോക്കൂ, നിങ്ങൾ ഈ പത്രത്തിൽ, അവരുടെ പത്രമാണ്, ഈ പത്രത്തിൽ അവർ പരസ്യമായി പറഞ്ഞ കാര്യം ഹുസൈൻ രണ്ടത്താണി കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി. ഇതിൽ നമുക്ക് ഏറ്റവും വിദ്വേഷമുള്ളത് കണ്ണിയത്ത് ഉസ്താദിന്റെ പടം കൊടുത്തിരിക്കും, സ്ഥാനാർത്ഥിയുടെ പടവും കൊടുത്തിരിക്കും. സ്ഥാനാർത്ഥിയുടെ പടവും കൊടുത്തു, കണ്ണിയത്ത് ഉസ്താദിന്റെ പടവും കൊടുത്തു. ഹെഡിങ് തന്നെ ഹുസൈൻ രണ്ടാത്താണി കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി. റഈസുൽ മുഹഖഖീന്റെ പടം കൊടുത്തു. റഈസുൽ മുഹഖഖീന്റെ പടം കൊടുത്തിട്ട് കണ്ണിയത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സമത്വയുടെ ഗതകാല പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഈ പ്രവർത്തനം നടത്താൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? മരണപ്പെട്ടു പോയ കണ്ണിയത്തിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇത്? ഈ പത്രത്തിൽ അവർ എഴുതിയ വാചകം വായിച്ചു നോക്കൂ നിങ്ങൾ. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മൗലാന കണ്ണിയത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള സമത്വയുടെ പൂർവ്വകാല പണ്ഡിത നേതാക്കളുടെ എല്ലാം സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഡോക്ടർ രണ്ടത്താണിയുടെ സ്ഥാനാർത്ഥിത്വം. കണ്ണിയത്ത് ഉസ്താദിന്റെ ഗുരുത്വവും പൊരുത്തവും ആഗ്രഹിക്കുന്ന മുഴുവൻ സുന്നികളും പൊന്നാനിൽ ഇത്തവണ വോട്ട് ചെയ്യേണ്ടത് ഡോക്ടർ രണ്ടത്താണിക്ക് മാത്രമാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഇങ്ങനൊരു സമീപനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ടോ? നമ്മൾ ഈ വിഭാഗത്തോട് വിയോജിക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അങ്ങനെ സ്ഥാനാർത്ഥി നിർത്തുന്ന പാരമ്പര്യമില്ല. റഈസുൽ മുഹഖഖീൻ എന്ന സാത്വികനായ മഹാപണ്ഡിതൻ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല. പരാജയപ്പെട്ടാൽ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് പറയാനാകുമോ? ആത്മീയത പരാജയപ്പെടുമോ? ആ മഹാനായ മനുഷ്യൻ അത്തരമൊരു ആഹ്വാനം ചെയ്താൽ കേരളം മുഴുവൻ അത് ഏറ്റെടുക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് 100% മുസ്ലിം സമൂഹത്തോട് ചെയ്ത ക്രൂര വിനോദമാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, അതിനെ തുടർന്ന് അവർ പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ വളരെ വ്യക്തമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുന്നികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നിലധികം പത്രങ്ങൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കൊണ്ടു നടന്ന് വിതരണം ചെയ്തു. എല്ലാ വീടുകളിലും. ഇത് ഗ്രാമങ്ങളിലേക്ക് വരെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സന്ദേശമാണ്. ഇപ്പോ അവരെ വിശ്വസിച്ച് നിൽക്കുന്ന, അവർ ഇത്രമാത്രം അപകടകാരികളല്ലെന്ന് കരുതി നിൽക്കുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവരെ മഹല്ലത്തിൽ നിർത്തിക്കൊണ്ട് താനൊരുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അതിന് അവസരം കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു ഇലക്ഷൻ വന്നപ്പോൾ സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ക്രൂരത നോക്കൂ നിങ്ങൾ. അവരുടെ അമിതമായ ആവേശം നോക്കൂ നിങ്ങൾ. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു ചിത്രം മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച പത്രമാണ് മുഖപത്രം. ഈ മുഖപത്രത്തിന്റെ 1-ാം പേജിൽ ഹെഡ് നോക്കൂ, ഡോക്ടർ രണ്ടത്താണി 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന സ്വപ്നാണ്. ഡോക്ടർ രണ്ടത്താണി 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. അവരെ പത്രങ്ങളിൽ എന്താ തെളിവ്? പാർലമെന്റ് ലേഖനമാണ് ഇതിൽ ബഹുഭൂരിപക്ഷം ഉള്ളത്. അവരാ പ്രസിദ്ധീകരിച്ചത്. അവരെ മുത്താലിമികളെ വീട്ടുകൊണ്ടുപോയി കൊടുത്തത് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ജയിക്കുന്ന ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ എല്ലാ സ്ഥലത്തും, റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം വരെ എല്ലാ സ്ഥലത്തും ജയിക്കുമെന്ന് ഉറപ്പിച്ച് പ്രസംഗിക്കും. മാത്രമല്ല, ചില മഹാന്മാർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ജയിച്ചിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന രംഗം.
വേറെ ഒരാളോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനൊരു വലിയ മരിച്ചുപോയി എന്ന് അവകാശപ്പെടുന്ന ഒരു വലിയ അയാൾ പറഞ്ഞു തരേ ഒരു 3-4 വർഷം മുമ്പ് ഹുസൈൻ എണ്ണത്താണ് ഇയാൾ നേരിൽ കാണുമ്പോ യാ MP എന്ന് വിളിച്ചു. അതിന്റെ അർത്ഥം പിൽക്കാലത്ത് MP ആവുന്ന, അങ്ങനെ പറഞ്ഞു. അങ്ങനെ വിളിച്ചു, പിൽക്കാലത്ത് MP ആകുമെന്ന്, ആ രീതിയിൽ MP ആകുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ പ്രചരണം. മാത്രമല്ല ഈ പത്രത്തിൽ എഴുതി 1-2 വാചകങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വളരെ വിശദമായി ഞാൻ വായിക്കാം. ഒരു സമൂഹത്തെ വേദനിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രകടമായ പ്രവർത്തനമാണ് അവർ ചെയ്തത്. പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ ബിരുദം വാങ്ങി ആ ബിരുദ പേരിൽ അറിയാൻ ആഗ്രഹിക്കാത്ത ഒരാള് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പരസ്യമായി രംഗത്ത് വന്നു. നിങ്ങൾക്കറിയാം, അയാളെ കൂട്ടുപിടിച്ചിട്ട് പൊന്നാനിയിൽ മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് അവർ കരുതിയത്. എന്നിട്ട് ഈ മുഖപത്രത്തിൽ അയാളുടെ ഭാര്യയുടെ വേദന എഴുതിക്കൊണ്ട് സമൂഹത്തെ കരയിപ്പിക്കാൻ ചാനലിൽ തന്റെ ഭാര്യയെ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് വോട്ട് ചോദിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു. അയാളും അപകടകാരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയവരെ പോലെ തന്നെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ അപകടകാരിയാണ്. അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് എതിർപ്പില്ലല്ലോ. പക്ഷെ അയാൾ ചെയ്ത പ്രവർത്തനം എന്താ? ഒരു മുസ്ലിം പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ തന്റെ ഭാര്യയെ കൊണ്ടുവന്നിരുത്തിയിട്ട് കരയിപ്പിച്ച് ബാലോകരോട് വോട്ട് ചോദിക്കുന്ന ഏർപ്പാട്. എന്ത് പണ്ഡിതാണ് അയാൾ? തമ്മാടിത്തം എന്നല്ലേ നാടൻ ഭാഷയിൽ ഇതിനെ കുറിച്ച് പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പത്രത്തിൽ പറഞ്ഞെന്താ? കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്ത്രീയുടെ നൊമ്പരങ്ങൾ ഇത്രയും വലിയ പ്രതിഷേധ വോട്ടുകളായി മാറുന്നത്. എത്രകാലം പ്രതിഷേധ വോട്ടായത് ഇതിനെ പറയുന്നു. നേരത്തെ തീരുമാനിച്ചിരിക്കുക ജയിക്കുന്നവർക്ക് ഉറപ്പായിരുന്നു, 100% ഇവർക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുന്നു. അതെ, സൂഫിയ മഅദനിയുടെ വേദനകൾക്ക് പൊന്നാനിയുടെയും മലപ്പുറത്തിന്റെയും സ്നേഹ സാന്ത്വനങ്ങളുണ്ട്. BJP പോലും ചെയ്യാൻ അറക്കുന്ന കാര്യങ്ങളായി പോയി മുസ്ലിം ലീഗും ചന്ദ്രികയും സൂഫിയോടും കുടുംബത്തോടും ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയമായി. വോട്ടർമാരായ പെൺകുട്ടികളുടെ വരെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച സംഭവമാണ് സൂഫിയക്കെതിരെ UDF